പുഞ്ചിരി കൊണ്ട് തുടങ്ങിയ ഐശ്വര്യമുണ്ടെന്ന. അങ്ങനെ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഇന്നത്തെ മൊഞ്ചുള്ള ചിക്കന്റെ കഥ. ആദ്യം നമുക്ക് തൊട്ട് വെക്കാൻ വേണ്ടിട്ട് മൈനസ് വേണ്ട. മൈനസ് നമുക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിട്ട് അതിന്റെ മേലേക്ക് മുട്ട വെച്ച് കൊടുക്കട്ടെ. മുട്ടന്റെ വെള്ളം മാത്രം. അതിനുശേഷം മിക്സിയുടെ ജാറിന്റെ മൂടിയിട്ട് നൈസായിട്ടൊന്ന് മിക്സി ഓണാക്കി ആവശ്യത്തിന് വേണ്ട കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് ഉപ്പും. അങ്ങനെ മൈനസ് ചോരപുരണ്ട ചിക്കൻ ഞങ്ങൾ ഓറഞ്ച് കളറാക്കി മാറ്റി. കഥ പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, പണ്ടെങ്ങാണ്ട് 40 ദിവസം മാത്രം കോഴിയെ പിടിച്ച് 40 പീസാക്കി കഴിച്ച കോഴിയോടുള്ള ദേഷ്യത്തിൽ കോഴിയുടെ പുറന്തോരെ പൊളിച്ച് അകത്തെ മാംസം കഴിച്ച ആരോടുള്ള ദേഷ്യം ഇന്നും തീർക്കാൻ പോകുന്ന ഒരു പാവം കോഴി. ഇവനാണ് ഈ കഥയിലെ വില്ലൻ, സാക്ഷാൽ മുനിയാണ്ടി. ഇവൻ സൈഡ് റോൾ ചെയ്യുന്ന ജിംബ്രൂട്ടൻ. ഇദ്ദേഹത്തെ കുറിച്ച് പറയാണ്, വീരപ്പം കഴിഞ്ഞാൽ ഇങ്ങനെ ചിക്കനെ പിച്ച് ഇങ്ങനെ കഴിച്ചിട്ടുള്ള മറ്റാരും. പിന്നെ ഇതറിയാലോ, എല്ലാരെയും തുരന്ന് ജീവിക്കാൻ പഠിച്ച ഏക വ്യക്തി. മൈ നെയിം ഈസ് സഫ്വാൻ. അങ്ങനെ ചാർക്കോളിലെ തീയെന്ന് അണഞ്ഞു വരുമ്പോൾ ചിക്കൻ എടുത്തിട്ട് നേരെ അതിന്റെ മേലെ വെക്കും. ചിക്കൻ പൊരിയുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലെ? ചിക്കൻ കുറച്ച് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് നാട്ടു വർത്താനം പറഞ്ഞു. എപ്പോഴും പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടെയാകെ അലഞ്ഞോന. അങ്ങനെ നമ്മുടെ ചിക്കൻ നല്ല അടിപൊളിയായി മൊരിഞ്ഞു വരുന്നുണ്ട്. ആ മൊരിഞ്ഞു വരുന്ന ചിക്കന് വേണ്ടിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ട് ഒന്ന് എണ്ണ വെച്ചു. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊന്ന് എടുത്ത് കഴിക്കാൻ തോന്നും. നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന പോലെ അല്ല, അടിപൊളിയായിരുന്നു, നല്ല സോഫ്റ്റ് ആയിരുന്നു. നമുക്ക് എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാല്ലേ. ഓരോ പീസായിട്ട് ഞാൻ പ്ലേറ്റിലേക്ക് ഇടാം. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി നാട്ടിലത്തെ അതേപോലുള്ള മൈനസ് അടിച്ചു വെച്ചിട്ടുണ്ട്. മുത്തോണികളെ യുഎയിലുള്ളവരാണെങ്കിലും മടിച്ചു നിൽക്കണ്ട, ഇതുപോലെ ചാർക്കോൾ ഇട്ട് നിങ്ങൾ ചിക്കൻ കഴിച്ചോളൂ. ഏത് മുക്കിലേക്കാണെങ്കിലും പോയി ഒന്ന് രാത്രി ടെന്റ് അടിച്ച് ഉറങ്ങുമ്പോൾ ആ ഒരു ഫീൽ നമുക്ക് റൂമിൽ ഉറങ്ങാൻ ഒന്ന് കിട്ടും. എന്താ പറയുന്നത്, നമ്മൾ നമ്മുടെ ലൈഫ് ചെറിയ ലൈഫേ ഉള്ളൂ. എൻജോയ് ചെയ്ത ലൈഫ്. ചെക്കന്മാരെല്ലാം കഴിക്കുന്നുണ്ട്, നമുക്കൊരു പീസ് കഴിച്ചോ. നല്ലൊരു സോഫ്റ്റ് ആയി മുരിഞ്ഞ ഭാഗം നോക്കിയിട്ട് ഒരു ബ്രെഡിന്റെ പീസ് അടുത്തിരിക്കുന്ന മൈനസ് അല്ല, നാട്ടിലത്തെ അതേ ടേസ്റ്റ് ആയതുകൊണ്ട് നമുക്കൊന്ന് മുക്കി കഴിച്ചു നോക്കാം. അപ്പൊ എന്തായാലും വീഡിയോ മുഴുവനായി കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഷെയർ ചെയ്യും. പുതിയ വീഡിയോസും പുതിയ കണ്ടന്റുമായി പുതിയ ഡയലോഗുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടിക്കോളെ. ഓക്കെ, ബൈ.